പ്രൈസലോ കർത്താവിൻ്റെ അതിപരിശുദ്ധമായി നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്തെ ഓർന്ന് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവദിനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിലുള്ള സ്നേഹവചനത്തെ അറിയിക്കുന്നു. അല്പസമയത്തെ ദൈവദിന ചിന്തയ്ക്കായി ഒരു ദൈവദിന ഭാഗം വായിക്കുന്നു. മത്തായി എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 47 തൊട്ട് 50 വരെയുള്ള വാക്യങ്ങൾ. ഒരുത്തൻ അവനോട്, നിന്റെ അമ്മയും സഹോദരന്മാരും നിന്നോട് സംസാരിക്കാൻ ആഗ്രഹിച്ച് പുറത്തു നിൽക്കുന്നു എന്ന് പറഞ്ഞു. അത് പറഞ്ഞവനോട് അവൻ, എന്റെ അമ്മയാർ എന്റെ സഹോദരന്മാർ ആണെന്ന് ചോദിച്ചു. ശിഷ്യന്മാരെ നേരെ കൈനീട്ടി, ഇതാ എന്റെ അമ്മയും എന്റെ സഹോദരന്മാരും, സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ എന്റെ സഹോദരന്മാരും സഹോദരിയും അമ്മയുമാകുന്നു എന്ന് യേശു മറുപടി പറയാം. ഹല്ലേലൂയ. അപ്പൊ യേശുക്രിസ്തുവിന്റെ അമ്മയെക്കുറിച്ചും യേശുക്രിസ്തുവിന്റെ സഹോദരന്മാരെ കുറിച്ചും ഒക്കെ വളരെ വാദപ്രതിവാദങ്ങൾ ഭൂമിയിൽ ഉയർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങൾ ഏറെയാണ്. അതിന്റെ നടുവിലാണ് യേശു ഈ സത്യം വെളിപ്പെടുത്തുന്നത്. യേശുക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ ധാരാളം പേര് അവനാരെന്ന് ചോദിച്ചു. അവനാർ എന്നൊരു ചോദ്യം യേശുക്രിസ്തുവിന് നേരെ എല്ലായ്പ്പോഴും ഉയർന്നു വന്നു. യേശു ആരാണെന്ന് അറിഞ്ഞുള്ള ആഗ്രഹം പലരും അല്ലേറിയെ പ്രകടിപ്പിച്ചു. യേശു ആരാണ്, അവൻ എങ്ങനെയുള്ളവനാണ് എന്നറിയാൻ വേണ്ടി ഹെരോദാവ് മുതൽ ആഗ്രഹിച്ചു എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. നിനക്ക് ഈ അധികാരം തന്നതാർ? എവിടെയും ചോദിക്കാം, നിനക്ക് ഈ അധികാരം തന്നതാർ? യഹൂദന്മാരും പരീശന്മാരും ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിച്ചു. ഹല്ലേലൂയ. എന്നാൽ യേശു 2 പ്രാവശ്യം എന്റെ അമ്മയാർ എന്റെ സഹോദരന്മാർ എന്ന് അവരോട് ചോദിക്കുക. യേശുവിനോട് അനവധി ചോദ്യങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം യേശു മറുപടി കൊടുത്ത് തുടർന്ന് ഒരുത്തൻ വന്ന്, നിന്റെ അമ്മയും സഹോദരന്മാരും നിന്നോട് സംസാരിപ്പാൻ പുറത്തു നിൽക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ യേശു ചോദിച്ച 2 ചോദ്യങ്ങളാണ്, എന്റെ അമ്മയാർ എന്റെ സഹോദരന്മാരായിരുന്നു. ഹല്ലേലൂയ, സ്തോത്രം. കർത്താവായ യേശുക്രിസ്തുവിലുള്ള ദൈവത്വത്തെ ഇന്നുവരെ മനസ്സിലാക്കുവാനോ ദൈവത്വത്തെ അംഗീകരിക്കാനും കഴിയാത്തവർ ഇന്നും യേശുവിനെ ദൈവമായിട്ട് അംഗീകരിക്കത്തില്ല. ഹല്ലേലൂയ. യേശു ദൈവമാണെന്നുള്ളതിന് യാതൊരു അഭിപ്രായ വ്യത്യാസമില്ല. നമ്മുടെ 2 അഭിപ്രായത്തിന് ആവശ്യമില്ല. ഈ കാണുന്ന മുഴു ലോകത്തെ സൃഷ്ടിച്ചവൻ യേശുവാണ്. സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ചവൻ യേശുവാണ്. ഈ പ്രകൃതി അടക്കി ഭരിക്കുന്നവൻ യേശുവാണ്. ഈ പ്രകൃതിയിലും ഭൂമിയിലും നാം എന്തെല്ലാം കാണുന്നു അതിന്റെ എല്ലാം ഉടമസ്ഥൻ യേശുവാണ്. മറ്റൊരാൾക്കതിനത് പങ്കില്ല. ഹല്ലേലൂയ. അബ്രഹാമിന് മുമ്പേ ഉള്ളവനാ ദൈവം യേശു. ഇതൊക്കെ വേദപുസ്തകം വെളിപ്പെടുന്ന സത്യങ്ങളാണ്. എന്നിട്ടും ചില കുടുക്കു ചോദ്യമായി അല്ലൊരു യഹൂദന്മാരും പരീശന്മാരും അന്ന് എഴുന്നേറ്റതുപോലെ ഇന്നും പലരും എഴുന്നേറ്റുകൊണ്ടിരിക്കുക രക്തം ചെയ്യും. എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് അവനെ ഹൃദയം കൊണ്ട് ആമി സ്വീകരിച്ച യേശുവിന്റെ മക്കളായി തീർന്ന ദൈവസഭയ്ക്ക് യേശു ദൈവമാണെന്നുള്ളതിനകത്ത് യാതൊരു സംശയമില്ല. അവർ യേശു ദൈവമാണെന്ന് അറിഞ്ഞ് തന്നെയാണ് യേശുവിനെ അനുഗമിക്കുന്നത്. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനമൊക്കെ വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നത്, ഗലാത്യ ലേഖനത്തിലേക്ക് വരുമ്പോൾ ഒരു ഭാഗം നമുക്ക് കാണാൻ കഴിയും. ഹല്ലേലൂയ. ഗലാത്യ ലേഖനം 4-ാം അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, ഹല്ലേലൂയ, അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. 4-19 വാക്യം, എന്റെ കുഞ്ഞുങ്ങളെ, ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുവോളം ഞാൻ പിന്നെയും പ്രസവവേദനപ്പെടുന്നു. ഇന്ന് നിങ്ങളുടെ അടുക്കൽ ഇരുന്ന് എന്റെ ശബ്ദം മാറ്റുവാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ കൊള്ളായിരുന്നു. ഞാൻ നിങ്ങളെക്കുറിച്ച് വിഷമിക്കുന്നു. ഇവിടെ എന്താണ് പൗലോസ് പറയുന്നത്? ആമി, ക്രിസ്തു നിങ്ങൾ ഉരുവാകുവോളം ഞാൻ പിന്നെയും പ്രസവവേദനപ്പെടുന്നു. അപ്പം ഗലാത്യയിലുള്ള ജനത്തിന്റെ ഹൃദയങ്ങളിൽ ക്രിസ്തു ഉരുവാകുവോളം ഒരു മാതാവ് പ്രസവവേദനപ്പെടുന്നത് പോലെ തന്നെ പൗലോസ് ആത്മാവിൽ വേദനിക്കപ്പെടുകയാണ്. ഹല്ലേലൂയ. എന്ന് പറഞ്ഞ അപ്പോസ്തലനായ പൗലോസ് തന്റെയും യേശുവിന്റെ അമ്മമാർ ഒരാളായി കരുതി. ആകയാൽ ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിൽ പറഞ്ഞതാണ്, ക്രിസ്തു നിങ്ങൾ ഉരുവാകുവോളം ഞാൻ പിന്നെയും പ്രസവവേദനപ്പെടുന്നു. എന്നിട്ട് എന്റെ കുഞ്ഞുങ്ങളെ എന്ന് എഴുതിയിരിക്കുന്നു. ആത്മീയ കുഞ്ഞുങ്ങളെ പെറ്റെടുക്കുന്ന ഒരമ്മയായിരുന്നു പൗലോസ്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പൗലോസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ആത്മീയ പിതാവാണ് ലെരിയ. എന്നാൽ ദൈവനാമത്തിന് വേണ്ടി, ദൈവസഭയ്ക്ക് വേണ്ടി, ദൈവരാജ്യത്തിന് വേണ്ടി മെലഡിയ അനവധി ആളുകളെ, അനവധി ആത്മാക്കളെ നേടിയ ആത്മീയ പിതാവാണ്.
ഒരമ്മ ആമയിൽ ഒരു കുഞ്ഞിനെ പ്രസവിക്കുവാൻ പ്രസവവേദനപ്പെടുന്ന പോലെ തന്നെ ആത്മാക്കളെ നേടുന്നതിനകത്ത് പൗലോസിന് വലിയ ഭാരമുണ്ടായിരുന്നു, ആത്മഭാരം. അതുകൊണ്ടാണ് പൗലോസ് ഗലാത്യസഭയോട് പറഞ്ഞത്, ക്രിസ്തു നിങ്ങൾ ഉരുവാകോളം. ഇത് ഈ കാലഘട്ടത്തിൽ ദൈവസഭയ്ക്ക് ഉണ്ടായിരിക്കണമെന്ന് ദൈവത്തിന്റെ ആത്മാവ് ആഗ്രഹിക്കുക. ലോകം മുഴുവൻ പാപത്തിൽ വീണ്, ശാപത്തിൽ വീണ്, മദ്യവും മയക്കുമരുന്നും ലഹരി പദാർത്ഥങ്ങളും തീവ്രവാദങ്ങളും ഭീകരവാദങ്ങളും വർഗീയതയും കുത്തും വെട്ടും കൊലയും അഴിമതിയും കരിച്ചെട്ട് എന്നു വേണ്ട സകല അധാർമികതയും പെരുകിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ കേരളത്തിൽ, ഭാരതത്തിൽ, ലോകരാജ്യങ്ങളിലുള്ള സകല ജനങ്ങളിലും ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ കുടിൽ തൊട്ട് കൊട്ടാരത്തിൽ വരെ പാർക്കുന്ന എല്ലാ ജനത്തിന്റെ ഹൃദയത്തിലും ക്രിസ്തു ഉരുവാകുവോളം ഹല്ലേലൂയ രക്തം ചെയ്യണം. പ്രസവവേദനപ്പെടുന്ന ഒരു മാതാവിനെ പോലെ പ്രാർത്ഥിക്കുന്ന ആത്മഭാരമുള്ള ദൈവമക്കളെ ദൈവം എഴുന്നേൽപ്പിക്കാൻ ആഗ്രഹിക്കുക. അല്ലേല് അപ്പം പൗലോസിനുണ്ടായതുപോലെയുള്ള ആത്മഭാരം നമുക്കും ഉണ്ടായിരിക്കണമെന്ന് ദൈവാത്മാവ് ഈ വചനത്തിലൂടെ നമുക്ക് വെളിപ്പെടുത്തി തരുന്നതാണ്. രക്തം ചെയ്യും. അല്ലേലിയ. ഇന്നത്തെ കാലഘട്ടത്തിൽ മനുഷ്യന് ആത്മഭാരം നഷ്ടപ്പെട്ടു പോയി. ആത്മാക്കളെ കുറിച്ചുള്ള ചിന്തകൾ നഷ്ടപ്പെട്ടു പോയി. ആത്മാക്കളെ നേടണമെന്നുള്ള ആ ചിന്തകൾ നഷ്ടപ്പെട്ട് ഇന്ന് മനുഷ്യൻ ധനലാഭത്തിലേക്ക് ധനഭാരമായി മാറി. ഇന്നത്തെ കാലഘട്ടത്തിൽ എല്ലാവർക്കും ആത്മഭാരമല്ല, ധനഭാരം. അന്ന് പൗലൂസിന്റെ കാലഘട്ടത്തിൽ പൗലൂസിന് ആത്മഭാരമായിരുന്നു. ഗലാത്യയിലെ വിശ്വാസികൾ എങ്ങനെയെങ്കിലും ക്രിസ്തു ഉരുവാകണം. അതിനുവേണ്ടി പൗലൂസ് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുകയാണ്, ദൈവത്തിൽ മുട്ടിപ്പായി നിൽക്കുകയാണ്, ഇടിവി നിൽക്കുകയാണ്. ഒരിക്കലും ധനത്തിന് വേണ്ടിയിട്ടല്ല പൗലോസ് തന്നെ ശുശ്രൂഷ ചെയ്യുന്നത്, ആത്മാക്കൾക്ക് വേണ്ടിയിട്ടാണ്. പാപത്തിലും ശാപത്തിലും വീണ് കിടക്കുന്ന ആയിരക്കണക്കിന് ജനങ്ങളെ അതിൽ വിടുവിച്ച് ക്രിസ്തു അവരുടെ ഉള്ളിൽ ജനിച്ച് ക്രിസ്തു അവരുടെ ഉള്ളിൽ ഗുരുവായി അവർ കർത്താവിനെ അനുഗമിക്കുന്നവരായി മാറാൻ വേണ്ടി പൗലോസ് ശക്തമായി വില കൊടുത്തു. രക്തം ചെയ്യും. ഇന്ന് പകലിൽ ദൈവത്തിൽ കേൾക്കുന്ന മാതാവേ പിതാവേ, പണത്തിന് വേണ്ടി, ധനത്തിന് വേണ്ടി, ഈ ലോകത്തിന്റെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി, ഈ ലോകത്തിന്റെ അധികാരങ്ങൾക്ക് വേണ്ടി, പേരിനും പ്രശസ്തിക്കും വേണ്ടി ഓടി നടക്കുന്നവരുടെ ഞാൻ പറയട്ടെ, നിനക്ക് ആത്മഭാരം നഷ്ടപ്പെട്ടവരാണ്. സഭയ്ക്കകത്ത് അധികാരത്തിന് വേണ്ടി, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി, കസേരയ്ക്ക് വേണ്ടി തമ്മിലടിക്കുന്നവർ, ഒന്നാമനാകാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരൊക്കെ ആത്മഭാരം നഷ്ടപ്പെട്ടവരാണ്. ആത്മഭാരമുള്ളവൻ അധികാരം ആഗ്രഹിക്കത്തില്ല. ആത്മഭാരമുള്ളവൻ അധികാരവും സ്ഥാനമാനങ്ങളോ ധനവും പേരും പ്രശസ്തിയും പ്രശംസയൊന്നും അവൻ ആഗ്രഹിക്കത്തില്ല. അവൻ പൗലോസിനെ പോലെ ക്രിസ്തു ഈ ജനത്തിൽ ഉരുവാകുന്നവയും പ്രാർത്ഥനയോടെ കണ്ണുനീരോടെ ആയിരിക്കും. രക്തം ചെയ്യും. അപ്പൊ നമ്മൾ ആ അനുഭവത്തിലേക്ക് വരണമെന്നുള്ളതാണ് രക്തം ചെയ്യും. നിങ്ങളുടെ ചുറ്റുവട്ടത്ത് നിങ്ങൾ കണ്ണുപിടിച്ച് നോക്കിയാണ്ട് എത്ര ആയിരക്കണക്കിന് ജനങ്ങളാണ് കണ്ണുനീരോടെ, സങ്കടത്തോടെ, ദുഃഖത്തോടെ, വേദനയോടെ, മഹാവ്യാധിയാൽ, സാമ്പത്തിക ഞെരുക്കത്തോടെ, കഷ്ടതയുടെ തീച്ചുകൂടെ കടന്നു പോകുന്ന അല്ലെങ്കിൽ എത്രയോ ആയിരക്കണക്കിന് ജനങ്ങൾ രക്തം ചെയ്യും. അവരെ ഓർത്ത് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് ദൈവം നമ്മോട് പറയും. അതുകൊണ്ടാണ് യേശു പറയുന്നത്, എന്റെ സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ എന്റെ സഹോദരന്മാരും സഹോദരിമാരും അമ്മയും എന്നൊക്കെ പറഞ്ഞത്. പൗലോസ് ആ വാക്യമൊക്കെ ഏറ്റെടുത്തിട്ട്, പൗലോസ് ആ വാക്യമൊക്കെ തിരിച്ചറിഞ്ഞിട്ട് കർത്താവായ യേശു ക്രിസ്തുവിനെ പോലെ ആത്മഭാരം പൗലോസിന്റെ ഹൃദയത്തിൽ നിറഞ്ഞു എന്നുള്ളതാണ്. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന്റെ ഒരു വായിക്കുമ്പോൾ കാണുന്നുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ആത്മീയ കുഞ്ഞുങ്ങളെ പെറ്റെടുത്ത ഒരമ്മയാണ് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് എന്ന് പറയുന്ന. ആത്മീയ മക്കളെ നേടിയെടുത്ത, ആത്മീയ മക്കളെ പെറ്റെടുത്ത അല്ലെങ്കിൽ ഒരു അമ്മയുടെ സ്ഥാനത്താണ് പൗലോസിന്റെ സ്ഥാനം എന്നൊക്കെ പറയുന്നത്. അവൻ പ്രസവവേദനയോടുകൂടി പ്രാർത്ഥിച്ചു എന്നുള്ളതാണ്. പ്രസവവേദനയോടുകൂടി പ്രാർത്ഥിച്ചു, അല്ലെങ്കിൽ പ്രസവവേദനയോടുകൂടി ആത്മാക്കൾക്ക് വേണ്ടി ഭാരം വഹിച്ചു. അപ്പൊ നമ്മുടെ പ്രാർത്ഥന എങ്ങനെ? ആത്മഭാരത്തോടെ നമ്മൾ പ്രാർത്ഥിക്കണം. അല്ലെങ്കിൽ ആത്മഭാരത്തോടെ പ്രാർത്ഥിക്കണം. ആത്മാക്കൾക്ക് വേണ്ടി ഭാരം വഹിക്കണം നമ്മൾ. ആകയാൽ ധാരാളം സഭകളെ സ്ഥാപിക്കുവാൻ പൗലോസിന് കഴിഞ്ഞു എന്നുള്ളതാണ്. അത് മുഖാന്തരം എന്ത് ചെയ്തു? അനവധി സഭകളെ സ്ഥാപിക്കുവാൻ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസിന് കഴിഞ്ഞു. ഈ കാലഘട്ടത്തിൽ എന്നെ കേൾക്കുന്നവരുടെ മാതാവേ പിതാവേ, നിങ്ങൾ ഈ ഭൂമിയിൽ കർത്താവിന് വേണ്ടി ജീവിക്കുമ്പോൾ ആത്മഭാരത്തോടെ, കണ്ണുനീരോടെ നെടുമ്പാട് വീണ് കിടന്ന് പ്രാർത്ഥിക്കണം. നിന്റെ തലമുറയുടെ രക്ഷയ്ക്ക് വേണ്ടി, നിന്റെ ഭർത്താവിന്റെ മാനസാന്തരനായി, നിന്റെ ഭർത്താവ് മദ്യപാനത്തിന് പുകവലിയുന്ന അധാർമികമായി കൂട്ടുകെട്ട് വിട്ട് മടങ്ങി വരാൻ, നിന്റെ ഭാര്യയുടെ അധാർമികമായ ജീവിത വഴികൾ വിട്ട് മടങ്ങി വരാൻ വേണ്ടി, നിന്റെ മക്കളുടെ ലഹരി പദാർത്ഥത്തിൽ നിന്ന് മടങ്ങി വരാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആത്മഭാരത്തോടെ കുടുംബത്തിനകത്ത് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. അതുപോലെ തന്നെ പ്രസവവേദനയോടെ ആത്മാക്കൾക്ക് വേണ്ടി ഭാരം വഹിക്കണം. ആകയാൽ ധാരാളം സഭകളെ പൗലോസ് സ്ഥാപിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു.
അദ്ദേഹം റോമാപുരിയിലുള്ള കാരാഗൃഹത്തിൽ ഇരിക്കുമ്പോഴും ആത്മീയ അമ്മയായി ശോഭിച്ചതിനാൽ ഫിലോമോൻ എഴുതുന്ന ലേഖനത്തിൽ തടവിലിരിക്കുമ്പോൾ താൻ ജനിപ്പിച്ച മകനായ ഒനേസിമോസിനെ കുറിച്ചും പറയുന്നത് കാണാൻ കഴിയും. പൗലോസ് തടവിലായിരുന്നപ്പോഴും ആത്മഭാരമാണ് പൗലോസിന്. ഹല്ലേലൂയ. അതേപോലെ നമുക്ക് ആത്മഭാരമാണ്. അതിനെക്കുറിച്ച് വേദപുസ്തകം പറയുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. വചനം വായിക്കണം. ഫിലോമോന്റെ പുസ്തകം. ഹല്ലേലൂയ. 1-ാം അധ്യായം 10-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ എഴുതിയിട്ടുണ്ട്. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: തടവിലിരിക്കുമ്പോൾ ഞാൻ ജനിപ്പിച്ചു എന്റെ മകനായ ഒനേസിമോസിനെ വേണ്ടി ആകുന്നു നിന്നോട് അപേക്ഷിക്കുന്നതെന്ന് പൗലോസ് പറയാം. എന്താണ് ആ വചനത്തിന്റെ ചിത്രം? അപ്പൊ ഒനേസിമോസിന് വേണ്ടിയുള്ള മധ്യസ്ഥതയാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഹല്ലേലൂയ. അപ്പൊ ദൈവവചനത്തിന്റെ മാധുര്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് വേണം ഇവിടെ ജീവിതത്തെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയേണ്ടത്. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന് അടിമയായ ഒനേസിമോസ്, അടിമ വ്യാപാരം നിലനിന്നിരുന്ന കാലത്ത് ചില സമ്പന്നന്മാരായ യജമാനന്മാർക്ക് ആയിരക്കണക്കിന് അടിമകൾ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. അടിമ കച്ചവടം നിലനിന്ന കാലഘട്ടം പണ്ട്. അന്ന് വലിയ യജമാനന്മാർക്കെതിരെ ഒരുപാട് അടിമദാസന്മാർ ഹല്ലേലൂയ ഉണ്ടായിരുന്നു. ആടുമാടുകളെ ചന്തയിൽ വിൽക്കാൻ കൊണ്ടുപോകുന്നത് പോലെ അടിമകളെയും ചന്തയിൽ കൊണ്ടുപോകും. ഹല്ലേലൂയ. എന്നിട്ട് ചന്തയിൽ കൊണ്ട് വിൽപ്പനയ്ക്ക് നിർത്തുമായിരുന്നു. ഒരടിമയെ ഒരിക്കലും ഒരു രാജ്യത്തിന്റെയും പൗരനായി കണക്കാക്കാറില്ല. ഒരടിമയും ഒരിക്കലും ഒരു രാജ്യത്തിന്റെ പൗരനായി കണക്കാക്കാറില്ല. ഒളിച്ചോടിപ്പോകുന്ന ഒരടിമയെ തിരിച്ചു കിട്ടിയാൽ അവന്റെ നെറ്റിയിൽ ഒരു ചൂടടയാളം പതിക്കുമായിരുന്നു. പിന്നീട് അവനെ വടികൊണ്ട് അവനെ കൊണ്ട് ഇരട്ടി വേലയും ചെയ്യിക്കും. ഇങ്ങനെയുള്ള ചട്ടങ്ങൾ നിലനിന്നിരുന്ന കാലഘട്ടത്തിലാണ് ഫിലോമോന്റെ അടുത്തു നിന്നും ഒളിച്ചോടിപ്പോയ ഒനേസിമോസ് എന്ന അടിമയെ യജമാനന്റെ അടുക്കിലേക്ക് തന്നെ മടക്കി അയക്കാൻ പൗലോസ് തീരുമാനിച്ചത്. ഒനേസിമോസ് ഫിലോമോന്റെ അരിക്കുന്ന ഓടിപ്പോയ ആളാ. അങ്ങനെ കാരാഗ്രഹത്തിലെത്തി കാരാഗ്രഹത്തിൽ കിടക്കുമ്പോഴാണ് പൗലോസിന്റെ ശുശ്രൂഷയാൽ ഹല്ലേലൂയ ഒരമ്മയുടെ സ്ഥാനത്ത് നിന്ന് പൗലോസ് ഒനേസിമോസിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് എന്ത് ചെയ്തു? അവൻ ക്രിസ്തുവിനെ അറിഞ്ഞു. ആ ഒനേസിമോസിന്റെ പഴയ യജമാനായിരിക്കുന്ന ഫിലോമോന്റെ അരികിലേക്ക് പൗലോസ് അയക്കുക. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിനും വായിക്കുമ്പോൾ ആ അടിമയിൽ ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ഒരു വിശ്വാസിക്ക് ലഭിക്കുന്ന സകല ആനുകൂല്യങ്ങളും ലഭിക്കണമെന്ന് പൗലോസ് ആഗ്രഹിച്ചു. എന്ന് പറഞ്ഞാൽ ഫിലോമോന്റെ വീട്ടിൽ നിന്ന് ഓടിപ്പോയതാണെങ്കിലും തിരിച്ച് പൗലോസ് അങ്ങോട്ട് അയക്കുമ്പോൾ തന്നെ ഒരു വ്യക്തി രക്ഷിക്കപ്പെട്ടു വരുമ്പോൾ അവൻ എന്തെല്ലാം ആനുകൂല്യങ്ങൾ ദൈവസഭയ്ക്കകത്ത് നിന്ന് കിട്ടുന്നു അതെല്ലാം ഒനേസിമോസിന് ലഭിക്കണമെന്ന് പൗലോസ് ആഗ്രഹിക്കുക. കാരണം പൗലോസ് മുഖാന്തരം വീണ്ടും ജനിച്ച അവന്റെ പുത്രനാണ് ഒനേസിമോസ്. പൗലോസ് മുഖാന്തരം വീണ്ടും ജന്മം പ്രാപിച്ചവനാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് അവനെ തന്നെ പോലെ തന്നെ കരുതിക്കൊള്ളണമെന്ന് പൗലോസ് ഫിലോമോനോട് അപേക്ഷിക്കുന്നത്. ഒനേസിമോസ് എന്ന വാക്കിന്റെ അർത്ഥം തന്നെ പ്രയോജനമുള്ളവൻ എന്നാണ്. ഒനേസിമോസ് എന്ന വാക്കിന്റെ അർത്ഥം പ്രയോജനമുള്ളവൻ, ഹല്ലേലൂയ, ആമേൻ എന്നാണ്. പക്ഷെ ഫിലോമോനെ സംബന്ധിച്ചിടത്തോളം അവൻ പ്രയോജനമില്ലാത്തവനായിരുന്നു. ഫിലോമോനെ സംബന്ധിച്ച് പ്രയോജനമില്ലാത്തവൻ, പൗലോസിനെ സംബന്ധിച്ചിടത്തോളം പ്രയോജനമുള്ളവൻ. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. ഒനേസിമോസ് ഒളിച്ചോടിപ്പോയി എന്ന് പോലും പറയാതെ അവൻ അല്പകാലം വേർവിട്ടുപോയി നന്മയ്ക്കാണെന്ന് പൗലോസ് പറയുക. അവനെ സ്വതന്ത്രനായി വിട്ടയക്കണമെന്ന് പൗലോസ് ആവശ്യപ്പെടുന്നില്ല. അടിമകളെ കുറിച്ചുള്ള പൗലോസിന്റെ പരാമർശത്തിൽ കാലാന്തരത്തിൽ അടിമകളുടെ വിമോചനത്തിനും അത് കാരണമായി തീർന്നു. ഹല്ലേലൂയ. ഒരിക്കൽ അമേരിക്കൻ പ്രസിഡന്റായിരുന്ന എബ്രഹാം ലിങ്കൺ അടിമക്കച്ചവടം നിർത്തൽ ചെയ്യാൻ പ്രേരകമായത് ഈ ലേഖനമാണ്. അടിമക്കച്ചവടം നിർത്താൻ കാരണം ഈ ലേഖനത്തിലെ ഒനേസിമോസിന്റെ മാനസാന്തരവും ഒനേസിമോസിന്റെ ജീവിതമാണ് എബ്രഹാം ലിങ്കനെ കണ്ട് അടിമക്കച്ചവടം നിർത്തുവാനുള്ള തീരുമാനം എടുപ്പിച്ചത്. ഇവിടെ നാം ആ വചനമൊക്കെ വായിച്ചതിന്റെ കാരണം എന്ന് വെച്ചാൽ അടിമയായി നിന്നിരുന്ന ഒനേസിമോസിനെ പൗലോസ് തന്റെ ശുശ്രൂഷയാൽ ദൈവത്തിന്റെ മകനായി ക്രിസ്തു അവന്റെ ഉള്ളിലുള്ളവനായി മാറ്റിയെടുത്തു. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത,
ഈ ഭൂമി നിനക്ക് യാതൊരു സ്ഥാനമാനങ്ങളും ഇല്ലെങ്കിൽ, യാതൊരു പ്രശസ്തിയും ഇല്ലെങ്കിലും, നിന്നെ ആർക്കും വേണ്ടെങ്കിലും, പഴയ കാലത്തെ പോലെ അടിമയെ പോലെ നിന്നെ ജനം കണ്ടാലും, അല്ലേലിയ, നീ ക്രിസ്തുവിൽ വീണ്ടും ജനം പ്രാപിക്കുമ്പോൾ നിന്റെ ജീവിതത്തിനകത്ത് പുതിയ മാറ്റങ്ങളെ ദൈവം തരും. അല്ലേലിയ. ഇന്നൊരു പക്ഷെ കണ്ണുനീരിന്റെ അനുഭവമായിരിക്കും, പക്ഷെ ക്രിസ്തു നിന്റെ ഉള്ളിൽ വന്നാൽ നിന്റെ കണ്ണുനീര് യേശു തുടയ്ക്കും, രക്തം ചെയ്യും. നീ കടന്നു പോകുന്ന മാനസികമായ വേദനകളും മാനസികമായ പ്രയാസങ്ങൾ, അതിന്റെ സങ്കടങ്ങൾക്കൊക്കെ പരിഹാരം നൽകുവാൻ യേശു ക്രിസ്തുവിന് മാത്രമേ കഴിയുള്ളൂ. അല്ലേലിയ. അതുകൊണ്ട് ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രശ്നോതാവി, ലോകത്തിന്റെ ഇമ്പങ്ങൾ വിട്ടിട്ട്, ലോകമോഹങ്ങൾക്ക് വിട്ടിട്ട് ലഭിക്കുന്ന സമയം കർത്താവാൻ യേശു ക്രിസ്തുവിന് വേണ്ടി പൂർണ്ണമായി സമർപ്പിച്ചു കൊടുത്തുകൊണ്ട് രക്തം ചെയ്യും. കർത്താവിന്റെ വരവിന് വേണ്ടി നാം ഒരുങ്ങണം. അല്ലേലിയ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഈ ഭൂമിയിലെ ശുശ്രൂഷ എന്ന് പറയുന്നത് തന്നെ ആത്മഭാരത്തോടെയുള്ള ശുശ്രൂഷയായിരുന്നു. യേശു ശിഷ്യന്മാരും കൂടെ യാത്ര ചെയ്യുമ്പോൾ യേശുവിന്റെ ശിഷ്യന്മാരെ അനുഗമിക്കുവാൻ 10,000-കണക്കിന് ജനങ്ങൾ അന്ന് യേശുവിനെ അനുഗമിച്ചിരുന്നു. ആമി യേശു ക്രിസ്തുവിന്റെ ശുശ്രൂഷയിലൂടെ അനവധി ആളുകൾ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുകയും ആമീൻ ദൈവിക പ്രമാണത്തിൽ ജീവിക്കുകയും ചെയ്തു. മാത്രമല്ല, അനേകർ ജീവപുസ്തകത്തിൽ പേരുള്ളവരായി മാറി. ആമീൻ. യേശു ക്രിസ്തുവിന് മുമ്പ് വിവിധ തലങ്ങളിൽ അടിമകളായിരുന്ന ജനത്തിന് സമാധാനമില്ലാതെ, സന്തോഷമില്ലാതെ, ജീവിതം കരഞ്ഞ അനുഭവം, ഞെരുങ്ങിയ അനുഭവത്തോടെ കടന്നുപോയവർ അവർ ക്രിസ്തുവിൽ വീണ്ടും തന്നെ പ്രാപിച്ചപ്പോൾ അവർ അടിമയല്ല, ഇന്നവർ സ്വതന്ത്രരാ, ക്രിസ്തുവിൽ സ്വതന്ത്രരാ. അല്ലേലിയ. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം സത്യം നിങ്ങൾ അറിയും, സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുകയും ചെയ്യുമെന്ന് പറയുന്നത്. എന്നെ കേൾക്കുന്ന മാതാപിതാ, സത്യം നിങ്ങൾ അറിയണം. സത്യം എന്ന് പറഞ്ഞ് യേശുവിനെ നിങ്ങൾ അറിയണം. യേശുവിനെ നിങ്ങൾ അറിയുമ്പോൾ നിങ്ങൾ സ്വതന്ത്രരായി മാറും. അല്ലേലിയ. പാപത്തിന്റെ അടിമത്തത്തിൽ വീട് കിടക്കുന്ന, ശാപത്തിന്റെ അടിമത്തത്തിൽ വീട് കിടക്കുന്ന, കർമ്മ ആചാരം എന്ന അടിമത്തത്തിൽ വീട് കിടക്കുന്ന, ആചാര അനുഷ്ഠാനങ്ങളിൽ നീ കുടുങ്ങിക്കിടക്കുകയാണോ? ആഭിചാര മാത്രവാദ കൂടോത്ര ശൂദ്ര ശക്തികൾക്ക് നീ അടിമയാണോ? തകർന്നവനാണോ? തകർന്നവളാണോ? കുടുംബത്തിന്റെ ഉയർച്ച മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ, ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ, ജീവിതത്തിൽ നിരാശയുടെ നടുവിലൂടെ കടന്നു പോകുന്ന ശ്രോതാവേ, ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവിനോട് പറയുന്ന ദൂതാണ്, നീ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ നിന്റെ മേലുള്ള സകല അടിമനുഖവും അതും മാറിപ്പോകും. രക്തം ചെയ്യും. അപ്പൊ നിങ്ങളുടെ മുകളിലുള്ള, നിങ്ങളുടെ മേൽ വെച്ചിരിക്കുന്ന അടിമനുഖം, പാപത്തിന്റെ മുഖത്തെ മാറ്റണമെങ്കിൽ നിങ്ങൾ യേശു ക്രിസ്തുവിലൂടെ വീണ്ടും ജന്മം പ്രാപിക്കണം. വീണ്ടും ജന്മം പ്രാപിക്കുന്ന നിങ്ങൾ ദൈവരാജ്യത്തിന്റെ മകനായി മാറി, സ്വർഗരാജ്യത്തിന്റെ മകനായി മാറി. പിതാവ് എന്ന് വിളിക്കുന്ന പുത്രത്തിന്റെ ആത്മാവിനെ യേശു നിന്റെ ഉള്ളിൽ തന്നിട്ട് അപ്പനും മക്കളും എന്ന പോലെ ദൈവം നമ്മളായി തീരുക. നമ്മുടെ സ്വർഗീയ പിതാവ്, ലേലിയ, അതെ, നമ്മുടെ സാക്ഷാൽ പിതാവ് യേശു കർത്താവ്, നമ്മുടെ സാക്ഷാൽ പിതാവ്, നമ്മുടെ വീണ്ടെടുപ്പുകാരൻ, നമ്മുടെ രക്ഷകൻ, നമ്മുടെ ഉദ്ധാരകൻ, അല്ലേലൂയ, യേശു ക്രിസ്തു മാത്രം. അതുകൊണ്ട് ഇന്ന് പകൽ നിങ്ങൾ ഏത് പാപ സ്വഭാവത്തിലൂടെയാണ് കടന്നു പോകുന്നത്, അത് നിങ്ങൾ പുറത്തു വരിക തന്നെ ചെയ്യണം. രക്തം ചെയ്യും. ജീവിതം ഒരിക്കൽ മാത്രമാണ്, രണ്ടാമതൊരു ജീവിതം നമുക്ക് ഇവിടെ ഇല്ല. ലഭിച്ച സമയം നമ്മൾ നഷ്ടപ്പെടുത്തി കളയുന്നത്, ഈ ലോകത്തിന്റെ സുഖലോലുപങ്ങൾക്ക് വേണ്ടി നഷ്ടപ്പെടുത്തി കളയാതെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ രാജ്യത്തിന് വേണ്ടി നിങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കണം. അല്ലേലൂയ. അതുകൊണ്ട് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസിനെ പോലെ ഭാരം നിങ്ങൾക്കുണ്ടായിരിക്കണം. ഹല്ലേലൂയ. ക്രിസ്തു നിങ്ങളുടെ ഭവനത്തിൽ, നിങ്ങളുടെ മാതാവിൽ, നിങ്ങളുടെ പിതാവിൽ, നിങ്ങളുടെ മക്കളിൽ, നിങ്ങളുടെ സഹോദരി, നിങ്ങളുടെ ഭർത്താവിൽ, നിങ്ങളുടെ ഭാര്യ ക്രിസ്തു ഒഴിവാകുവോളം പ്രസവേദനയോടെ പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവം നിങ്ങൾക്കുണ്ടായിരിക്കണം. അവരെക്കുറിച്ചുള്ള വലിയ ആത്മഭാരം നിങ്ങൾക്കുണ്ടായിരിക്കണം. നിങ്ങളുടെ ദേശത്തെക്കുറിച്ച്, നിങ്ങളുടെ ദേശത്തുള്ള ജനത്തെക്കുറിച്ച്, നിങ്ങളുടെ ചുറ്റുവട്ടത്തുള്ള ജനത്തെക്കുറിച്ച്, നിങ്ങൾ ആയിരിക്കുന്ന ദേശത്തെ നിങ്ങളുടെ ഭരണാധികാരികളെ കുറിച്ച്, നമ്മുടെ രാജ്യത്തെക്കുറിച്ച്, രാഷ്ട്രങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് ആത്മഭാരം ഉണ്ടായിരിക്കണം. രക്തം ചെയ്യും. അല്ലേലിയ. അല്ല, നമുക്ക് കുറച്ച് ധനഭാരങ്ങളും ഇവിടുത്തെ കുറച്ച് ചിന്തകളും എല്ലാം കൂടെ നമ്മൾ വാരിക്കെട്ടി തലയിൽ വെച്ചുകൊണ്ട് നടന്നതുകൊണ്ടൊന്നും യാതൊരു പ്രയോജനമില്ല. പൗലോസ് അനവധി ആത്മീയ മക്കളെ ജനിപ്പിച്ചതുപോലെ, അനേക ആത്മീയ മക്കളെ ജനിപ്പിച്ചതുപോലെ ഈ കാലഘട്ടത്തിൽ നമ്മളും അനവധി ആത്മീയ മക്കളെ ജനിപ്പിക്കുവാൻ, ദൈവത്തിലേക്ക് നേടുവാൻ കഴിയണം. അതായിരിക്കട്ടെ നമ്മുടെ ഓരോരുത്തരുടെ ശുശ്രൂഷ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന നമ്മുടെ സ്നേഹിത, ഒരു ഉണർവിന്റെ കാലഘട്ടത്തിലേക്ക് ദൈവം തന്റെ സഭയെ നയിക്കുമ്പോൾ, ഹല്ലേലൂയ, അതിന്റെ കുടുംബത്തിനകത്ത് ഉണർവ് ദൈവം നൽകുവാൻ ആഗ്രഹിക്കുക. നിങ്ങളിൽ ചിലരുടെയെങ്കിലും കുടുംബങ്ങൾക്കകത്ത് കൂരിരുളിന്റെ അനുഭവമാണ്. സമാധാനമില്ല, സ്വസ്ഥതയില്ലാതെ കണ്ണുനീരല്ലേ പല കുടുംബങ്ങളും. കൂരിരുളിന്റെ അനുഭവങ്ങൾ. ഇന്ന് പകല കൂരിരുളിന്റെ അനുഭവത്തെ മാറി ലോകത്തിന്റെ വെളിച്ചമായിരിക്കുന്ന ക്രിസ്തു നിന്റെ ഭവനത്തിലേക്ക് വരുമ്പോൾ, ലോകത്തിന്റെ വെളിച്ചമായിരിക്കും ക്രിസ്തു നിന്റെ ഹൃദയത്തിനകത്തേക്ക് കടന്നു വരുമ്പോൾ, നിന്റെ ഹൃദയത്തിനകത്ത്, നിന്റെ ഭവനത്തിനകത്തെയും കൂരിരുളിന്റെ അനുഭവങ്ങൾ മാറി രക്തം ചെയ്യും. നിന്റെ കുടുംബം പ്രകാശിക്കാൻ തുടങ്ങും. ഹല്ലേലൂയ. നമ്മുടെ കുടുംബത്തിനകത്ത് ആരാ വേണ്ടിയത്?
അല്ലേലിയ. അപ്പൻ വേണം, അമ്മ വേണം, സഹോദരങ്ങൾ വേണം, ബന്ധുമിത്രാദികൾ വേണം, ഉറ്റവരും ഉടയരും എല്ലാം വേണം നമ്മുടെ കുടുംബത്തിനകത്ത്. പക്ഷെ എല്ലാറ്റിനേക്കാളുപരി നിന്റെ കുടുംബത്തിനകത്ത് യേശു ഉണ്ടായിരിക്കണം. നിന്റെ സകല മേഖലകളിൽ, നിന്റെ അധ്വാനത്തിൽ, നിന്റെ ജോലി, നിന്റെ നന്മയ്ക്കകത്ത്, നിന്റെ സമ്പത്തിനകത്ത്, നിന്റെ ജീവിതത്തിനകത്ത്, കുടുംബത്തിനകത്ത്, തലമുറയുടെ നടുവിൽ നിന്റെ എല്ലാ കാര്യങ്ങൾക്കകത്തും ഏറ്റവും പ്രാധാന്യം യേശുവിന് കൊടുക്കണം. അല്ലേലിയ. യേശുവിനെ കൂട്ടിയാണോ നീ ജീവിക്കുന്നതെങ്കിൽ നീ ഒരിക്കലും പരാജയപ്പെട്ടു പോകുകയില്ല. അതുകൊണ്ടാണ് പൗലോസ് അങ്ങനെ പറയാൻ കാരണമായി തീർന്നത്. അല്ലേലിയ. ആമീൻ. അപ്രകാരമാണ് ഇരമ്യ പ്രവാചകനും ആത്മാക്കൾക്ക് വേണ്ടിയായി അല്ലയോ വളരെ ശോഭിച്ചെന്ന് കാണാൻ കഴിയും. ഇരമ്യ പ്രവാചകനും ആത്മാക്കൾക്ക് വേണ്ടി വളരെ കണ്ണുനീരോടെ പ്രാർത്ഥിച്ച ഒരു പ്രവാചകനാണ്. അല്ലേലിയ. അതുകൊണ്ട് ഇരമ്യ പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ ഇരമ്യ പ്രവാചകന്റെ പുസ്തകം അല്ലേലിയ 4-ാം അധ്യായം അതിന്റെ 31-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അല്ലേലിയ സ്തോത്രം. ഈറ്റുനോവ് കിട്ടിയുള്ള ഒച്ച പോലെ കടിഞ്ഞുൽ കുട്ടിയെ പ്രസവിക്കുന്നവളുടെ ഞരക്കം പോലെയും ഒരു ശബ്ദം ഞാൻ കേട്ടു. ആമീൻ. നെടുവീർപ്പിട്ടും കൈമലർത്തിയും കൊണ്ട് അയ്യോ ആമീൻ കഷ്ടം, എന്റെ പ്രാണൻ ആമീൻ കുലപാതകന്മാരുടെ മുമ്പിൽ ക്ഷയിച്ചു പോകുന്നു എന്ന് പറയുന്ന സിയോൻ പോത്രിയുടെ ശബ്ദത്തെ തന്നെ ഇവിടെയും സ്തോത്രം അല്ലേലൂയ. ഇവിടെയും കാണുന്ന യഹൂദന്മാർക്ക് വേണ്ടിയുള്ള ഒരു വിലാപമാണ്. യഹൂദന്മാർ നശിക്കുന്നു, യഹൂദന്മാർ ദൈവമില്ലാതെ കടന്നുപോർ തങ്ങളുടെ ഇഷ്ടപ്രകാരം നടക്കുന്ന യഹൂദ പാരമ്പര്യം വരച്ച് ദൈവത്തിൽ നിന്നകന്ന് കർത്താവായ യേശുക്രിസ്തു യഹോവയായി ദൈവത്തെ വേണ്ടതുപോലെ തിരിച്ചറിയാൻ കഴിയാതെ പാപ സ്വഭാവത്തിലൂടെ കടന്നു പോകുന്ന യഹൂദന്മാരെ കുറിച്ച് ഇരമ്യാവിന് ആത്മഭയതയോടെ പ്രാർത്ഥിക്കുക. അതാണ് എങ്ങനെയാണ് ഇരമ്യാവ് ആത്മഭയം ഈറ്റുനോവ് കിട്ടിയുള്ള ഒച്ചയും. ഇരമ്യാവിന്റെ വിലാപമാണ് കേട്ടോ, ഇരമ്യാവിന്റെ ഭാരമാണ്. ഒന്നുകൂടെ പറയാം. ഈറ്റുനോവ് കിട്ടിയുള്ള ഒച്ച പോലെ കടിഞ്ഞൂൽ കുട്ടിയെ പ്രസവിക്കുന്നവരുടെ ഞരക്കം പോലെ ഒരു ശബ്ദം കേട്ടു എന്നുള്ളതാണ്. അതെ, ഈ ആത്മഭാരത്തോടെ പ്രാർത്ഥിച്ച ഇരമ്യ പ്രവാചകനെ പോലെ, ആത്മഭാരത്തോടെ പ്രാർത്ഥിച്ച പൗലൂസിനെ പോലെ ഈ കാലഘട്ടത്തിൽ ദൈവസഭ ഉണരണം. ലേലിയ. നിങ്ങളുടെ കുടുംബം ക്രിസ്തുവിന് വേണ്ടി വേർതിരിക്കപ്പെടണം. ഈ ലോകത്തിന്റെ ഇമ്പങ്ങളിലേക്ക് പോയി ലോകത്തിന്റെ മാലിന്യങ്ങൾ നിന്റെ കുടുംബത്തിനകത്ത് കുമിഞ്ഞുകൂടാതെ, അങ്ങനെ ലോകത്തിന്റെ മാലിന്യങ്ങൾ നിന്റെ കുടുംബത്തിനകത്ത് കുമിഞ്ഞുകൂടിക്കഴിഞ്ഞാൽ അല്പം കഴിയുമ്പോൾ അത് ദുർഗന്ധമായി മാറും. ദുർഗന്ധം കൊണ്ട് നിന്റെ വീട് തന്നെ തകരാൻ സാധ്യതയുണ്ട്. എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിൽ ആത്മചൈതന്യം പ്രാപിച്ചു കഴിയുമ്പോൾ, ആത്മരക്ഷ പ്രാപിച്ചു കഴിയുമ്പോൾ ക്രിസ്തുവിൽ നിങ്ങൾ സൗരഭ്യമായി മാറും. ദുർഗന്ധം വമിച്ചുകൊണ്ടിരുന്ന കുടുംബം സൗരഭ്യം കൊണ്ട് നിറയുവാൻ തുടങ്ങും. ഹല്ലേലൂയ. അപ്പൊ ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ വന്നാൽ നമ്മളെ സൗരഭ്യമുള്ളവരാക്കി മാറ്റിയെടുക്കും. ഹല്ലേലൂയ. എത്രയോ കുടുംബങ്ങളാണ് ദുർഗന്ധത്താൽ നിറയപ്പെട്ട് കിടക്കുന്നത്. എന്താണ് ദുർഗന്ധം എന്ന് പറയുന്നത്? ഹല്ലേലൂയ. ദുർഗന്ധം എന്ന് പറയുന്ന ക്രിസ്തുവിനെ കൂടാതെ നിങ്ങൾ ചെയ്യുന്ന സകല പ്രവൃത്തികളും അത് ദുർഗന്ധമാണ്. ക്രിസ്തുവില്ലാതെ നിങ്ങൾ എന്ത് ചെയ്താലും അതെല്ലാം നാറ്റമുള്ളതാണ്, ദുർഗന്ധമുള്ളതാണ്. എന്നാൽ ക്രിസ്തുവിനോട് കൂടിയാണ് നിന്റെ കുടുംബത്തെ നീ പണിതെടുക്കുന്നെങ്കിൽ അവിടെ ദൈവസാന്നിധ്യം ഉണ്ടായിരിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ നമുക്കറിയാം തകർന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ കേരളം, ഭാരതം വർഗീയതയും കലാപങ്ങളും തീവ്രവാദങ്ങളും ഭീകരവാദങ്ങളും തമ്മിലിട്ടിയും വെട്ടും കുത്തും രക്തച്ചൊരിച്ചിലുമായി സകലവിധ മയക്കുമരുന്നും ലഹരി പദാർത്ഥങ്ങളും ഒക്കെ പെരുകുന്ന ഈ കാലഘട്ടത്തിൽ അധികാരികളെ അനുസരിക്കാതെ, അധികാരികളുടെ വാക്കുകൾക്ക്, അധികാരികൾക്ക് യാതൊരു വിലയും കൊടുക്കാതെ, അവരെ അസഭ്യം പറഞ്ഞ് നിയമത്തിന് കീഴ്പ്പെടാതെ, നിയമത്തെ അനുസരിക്കാതെ ജീവിക്കുന്ന സകല ജനങ്ങളും വിവിധ നിലകളിൽ പാപത്തിന്റെ അടിമകളാണ്. മാത്രമല്ല അവരിൽ ദുർഗന്ധമാണ് പുറത്തേക്ക് വരുന്നത്. ഹല്ലേലൂയ. ക്രിസ്തു ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതം ദുർഗന്ധമാണെന്ന്. ഹല്ലേലൂയ. ക്രിസ്തു ഇല്ലാത്ത യഹൂദന്മാരുടെ ജീവിതമൊക്കെ എന്താണ്? ദുർഗന്ധമായിരുന്നു. ക്രിസ്തു ഇല്ലാത്ത ഗലാത്യ വിശ്വാസികളുടെ ജീവിതം എന്തായിരുന്നു? ദുർഗന്ധമായിരുന്നു. അതുകൊണ്ടാണ് ഹല്ലേലൂയ സ്തോത്രം പൗലോസ് പറയുന്നത്, ക്രിസ്തു നിങ്ങൾ ഉരുവാകുവോളം. ആർക്കും പ്രയോജനമില്ലാത്ത ഒരു അടിമയെപ്പോലെ ഫിലോമിന്റെ വീട്ടിലായിരുന്ന ഒനേസിമോസ് ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി, ചെറിയ കളവും കാതലും എന്ത് ചെയ്തു? അവൻ ഫിലോമിന്റെ ഭവനം വിട്ട് ഓടിപ്പോകേണ്ടി വന്നെന്നാൽ കാരാഗ്രഹത്തിലായിരിക്കുന്ന പൗലോസിന്റെ ശുശ്രൂഷകൻ ഒനേസിമോസിന് വീണ്ടും മൗഢ്യം വന്നപ്പോൾ, മാനസാന്തരം വന്നപ്പോൾ പ്രയോജനമില്ലാത്തവനിപ്പം പ്രയോജനമുള്ളവനായി മാറി. ദുർഗന്ധം വമിച്ചുകൊണ്ടിരുന്ന ദുർഗന്ധം വമിച്ചുകൊണ്ട് ഒനേസിമോസിന്റെ ജീവിതം ഇപ്പോൾ സൗരഭ്യമുള്ളവനായി മാറി. അടിമയായി കഴിഞ്ഞ ഒനേസിമോസ് ഇപ്പോൾ സ്വതന്ത്രനായി മാറി. അവൻ ക്രിസ്തുവിന്റെ മകനായി മാറി. രക്തം ചെയ്യും.
ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പകലിനെ കേൾക്കുന്ന മാതാവേ പിതാവേ, നീ മാനസാന്തരപ്പെട്ട് മടങ്ങി വരുന്നെങ്കിൽ, നീ നിന്റെ കുടുംബം മാനസാന്തരപ്പെട്ട് മടങ്ങി വരുന്നെങ്കിൽ, ഞാനും എന്റെ കുടുംബങ്ങൾ യഹോവയെ സേവിക്കുന്ന യോശുവ പറഞ്ഞതുപോലെ നീ നിന്റെ കുടുംബം അതിനുവേണ്ടി ഒരുങ്ങുന്നുവെങ്കിൽ നിന്റെ ഭവനത്തിന്റെ കഷ്ടതയെ ദൈവം മാറ്റിത്തരും, നിന്റെ ജീവിതത്തിന്റെ കഷ്ടതയെ മാറ്റിത്തരും, നിന്റെ കണ്ണുനീര് ദൈവം തുടയ്ക്കും. ഹല്ലേലൂയ. നമുക്ക് യേശുവാണ് എല്ലാത്തിനും വലുത്. അല്ലെങ്കിൽ യേശു ഉണ്ടെങ്കിൽ നമുക്കൊരു സമാധാനമുണ്ട് കേട്ടോ. യേശു ഉണ്ടെങ്കിൽ നമുക്കൊരു സന്തോഷമുണ്ട്, യേശു ഉണ്ടെങ്കിൽ നമുക്കൊരു ആനന്ദമുണ്ട്, യേശു ഉണ്ടെങ്കിൽ നമുക്കൊരു പ്രത്യാശയുണ്ട്. പക്ഷെ യേശുവില്ലാത്ത ജീവിതം എന്ന് പറയുന്നത് കുടം കമത്തി വെച്ച് വെള്ളം ഒഴിച്ചതുപോലെ. കുടം കമത്തി വെച്ച് വെള്ളം ഒഴിച്ചാൽ ഒരു തുള്ളി വെള്ളം പോലും കുടത്തിൽ നിൽക്കത്തില്ല, അത് പുറമേ ഒഴിച്ച് ഒഴുകിപ്പോകുന്ന പോലെ ക്രിസ്തുവില്ലാത്ത ജീവിതം ഇതുപോലെ തന്നെയാണ്. ക്രിസ്തുവുള്ള ജീവിതം എന്ന് പറയുന്നത് അത് ആനന്ദത്തിന്റെ ജീവിതമാണ്, സന്തോഷത്തിന്റെ ജീവിതമാണ്, സമാധാനത്തിന്റെ ജീവിതമാണ്, പ്രത്യാശയുടെ ജീവിതമാണ്, കണ്ണുനീരില്ലാത്ത ജീവിതമാണ്. ക്രിസ്തുവുള്ള ജീവിതം, ക്രിസ്തുവുള്ള കുടുംബം വലിയ ദൈവത്താൽ മാനിക്കപ്പെട്ടുകൊണ്ടിരിക്കും. രക്തം ചെയ്യും. അപ്പൊ നമുക്ക് യേശുവിനെ ആവശ്യം കേട്ടോ. രക്തം ചെയ്യും. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന്റെ വചനം നമ്മൾ വായിക്കുമ്പോൾ കാണുന്നുണ്ട്, ഒരിക്കലും സഹോദരൻ ഒരു പ്രാവശ്യം വലിയ ആമീൻ വലിയ സ്തോത്രം വലിയ ഒരു ദൈവദാസനോട് ചോദിച്ചു, ദൈവമാ. ഹല്ലേലൂയ. ഒരു സഹോദരൻ അല്ലെങ്കിൽ ഒരു നിരീശ്വരവാദിയാണ് സഹോദരൻ പാസ്റ്റർ, ദൈവമാണ്. ഹല്ലേലൂയ. അപ്പനും അമ്മയും ഇല്ലാത്തവൻ, സഹോദരി സഹോദരന്മാർ ഇല്ലാത്തവനായി മനുഷ്യരെ ഹല്ലേലൂയ സ്തോത്രം ഉണ്ടാക്കുന്നതിന് മുമ്പായി ഇരിക്കുന്നവനാണ് ആമീൻ ദൈവം എന്ന് യേശു എന്ന് പറയുന്നുള്ളൂ എന്നൊക്കെ പറയുന്നതല്ലോ എന്ന്. അപ്പൊ ഒരുത്തൻ നോക്കിയപ്പോൾ അവൻ അപ്പനില്ല, അമ്മയില്ല, സഹോദരന്മാരില്ല, സഹോദരിമാരില്ല, അവൻ ലോകത്തെ മുഴുവൻ ഉണ്ടാക്കിയനാണെന്നൊക്കെ പറയുന്നു. അവൻ ആരാണെന്ന് ഒരു ചോദിക്കുക. ഹല്ലേലൂയ സ്തോത്രം. അപ്പൊ എന്നെ കേൾക്കുന്ന ആ മനുഷ്യൻ പറഞ്ഞു, ഹല്ലേലൂയ, അവൻ ആദ്യനും അന്ത്യനുമാണ്, അവൻ അൽഫയും ഒമേഗയുമാണ്, അനാദി ശാശ്വതവാസിയുമായ ദൈവമാണ്, അവൻ സകലത്തിനും മുമ്പേ ഉള്ളവനാണ്, അവൻ സകലത്തിന്റെ ആരംഭമാണെന്ന് ആ പാസ്റ്റർ ആ നിരീശ്വരവാദിയോട് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ഹൃദയത്തിനകത്തൊരു ചിന്ത വന്നു. സകലത്തിനും ആരംഭവും, അതെ പാസ്റ്റർ, സകലത്തിനും ആരംഭമാണ്, സകലത്തിന്റെ ഉടയവരാ. ഈ കാണുന്ന ഭൂമിയെ മുഴുവൻ സൃഷ്ടിക്കുന്നതിന് മുമ്പേ അവരുണ്ട്. ഹല്ലേലൂയ. നിങ്ങൾ നിങ്ങളുടെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ, പിണ്ടാഹാരമാകുന്നതിന് മുമ്പേ യേശു ഉണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, സകലത്തിനും മുമ്പേ ഉള്ളവനാണ് യേശു, സകലത്തിനു മുമ്പേ ഉള്ളവനാണ് യേശു. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങൾ ദൈവത്തിലേക്ക് മടങ്ങി. അതുകൊണ്ടാണ് യേശുവിന്റെ അമ്മയും സഹോദരന്മാരും പുറത്തു നിൽക്കുന്നുവെന്ന് ഒരുവൻ വന്ന് യേശുവിടെ പറഞ്ഞപ്പോൾ, ഹല്ലേലൂയ, യേശു ശിഷ്യന്മാരുടെ മേൽ തിരിഞ്ഞിട്ട് എന്റെ അമ്മയും എന്റെ സഹോദരന്മാരും ആരെന്ന് ചോദിക്കുന്നത്. അത് ദൈവിഷ്ടം ചെയ്യുന്നവരാണ്. ദൈവിഷ്ടം ചെയ്യുന്നവരെല്ലാം, വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ, കർത്താവാൻ യേശുക്രിസ്തുവിനെ ഇഷ്ടം ചെയ്യുന്നവരെല്ലാം ആലൊരു സഹോദരൻ അവന്റെ അപ്പനും അമ്മയും സഹോദരന്മാരുമാണ്. ഹല്ലേലൂയ. ചിലരൊക്കെ നമ്മൾ യേശു അല്ലെ അപ്പനും അമ്മയും ഇല്ല, പക്ഷെ അവരുടെ അജ്ഞത കൊണ്ട് അവരൊക്കെ ചോദിക്കുന്നത്. വിശുദ്ധ തിരുവെഴുത്ത് വായിക്കുമ്പോൾ, വിശുദ്ധ തിരുവെഴുത്ത് പഠിക്കുമ്പോൾ യേശുക്രിസ്തുള്ള ദൈവത്വത്തെ ഒരിക്കൽ പോലും മാറ്റി നിർത്തുവാൻ കഴിയാതെ യേശുക്രിസ്തുള്ള ദൈവത്വം പൂർണ്ണമായി ഉറച്ചു നിൽക്കുന്നത് കാണാൻ കഴിയും. ഇനി ലോകം എത്രമാത്രം ഇല്ലെന്ന് പറഞ്ഞാലും ഹല്ലേലൂയ വേദപുസ്തകം വെളിപ്പെടുത്തുക കേട്ടോ, അനുഭവങ്ങൾ വെളിപ്പെടുത്തുക. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന്റെ വചനം വായിക്കുന്നത് ഇങ്ങനെ, യേശു ദൈവമാണെങ്കിൽ എപ്രകാരം അവന് അമ്മയായി മറിയ വന്നു, മറിയ അമ്മയാണെങ്കിൽ അപ്പൻ പരിശുദ്ധാത്മാവാകുന്നത് എങ്ങനെ? അങ്ങനെയുള്ള അനവധി ചോദ്യങ്ങൾ. യേശു ദൈവമാണെങ്കിൽ എങ്ങനെയാണ് അവൻ അമ്മയുണ്ടായത്? അല്ലെങ്കിൽ എങ്ങനെയാണ് അവൻ അപ്പനുണ്ടായത്? അപ്പൻ പരിശുദ്ധാത്മാവാകുന്നത് എങ്ങനെ? അങ്ങനെയുള്ള അനവധി കുടുക്കു ചോദ്യങ്ങൾ. ഹല്ലേലൂയ. വീണ്ടും അദ്ദേഹം ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഹല്ലേലൂയ, ഞാൻ അദ്ദേഹത്തോട് ലോകം ഉളവാകുന്നതിന് മുമ്പേ അവൻ ഇരിക്കുന്നു എന്ന് സദൃശവാക്യത്തിൽ 8-ാം അധ്യായത്തിന്റെ 22 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ ആ മനുഷ്യനെ വായിച്ചു കേൾപ്പിച്ചു. ഹല്ലേലൂയ. സദൃശവാക്യം 8-ാം അധ്യായം 22 തൊട്ടുള്ള വാക്യങ്ങൾ ആ നിരീശ്വരവാദിയായ മനുഷ്യനെ വായിച്ചു. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, യഹോവ പണ്ടുപണ്ടേ അവന്റെ വഴിയും ആരംഭമായി തന്റെ പ്രവൃത്തികളെ ആദ്യമായി എന്നെ ഉളവാക്കി. ഞാൻ പുരാതനമേ ആദിയിൽ തന്നെ ഭൂമിയുടെ ഉൽപ്പത്തിക്ക് മുമ്പേ നിയമിക്കപ്പെട്ടിരിക്കുന്നു. ആഴങ്ങളില്ലാതിരുന്നപ്പോൾ ഞാൻ ജനിച്ചിരിക്കുന്നു. വെള്ളം നിറഞ്ഞ ഉറവുകൾ ഇല്ലാതിരുന്നപ്പോൾ തന്നെ പർവ്വതങ്ങൾ സ്ഥാപിക്കുന്നതിന് മുമ്പേയും കുന്നുകൾക്ക് മുമ്പേയും ഞാൻ ജനിച്ചിരിക്കുന്നു. ഞാൻ ഭൂമിയെയും വയലുകളെയും ഭൂതലത്തിന്റെ പൊടിയെയും തൂക്കുകയും ഉണ്ടാക്കിയിട്ടില്ലാത്ത
ആമേ സമയത്ത് തന്നെ അവൻ ആകാശത്തെ ഉറപ്പിച്ചപ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അവൻ ആഴത്തിന്റെ ഉപരിഭാഗത്ത് വൃത്തം വരച്ചപ്പോഴും ഞാൻ മീതെ മേഘങ്ങളോട് ആമി ഉറപ്പിച്ചപ്പോഴും ആഴത്തിന്റെ ഉറവുകൾ ആമീൻ തടിച്ചപ്പോഴും വെള്ളം അവന്റെ കൽപ്പനയെ അതിക്രമിക്കാതെ വണ്ണം അവൻ സമുദ്രത്തിന് അതിർ വെച്ചപ്പോഴും ഭൂമിയുടെ അടിസ്ഥാനം ഇട്ടപ്പോഴെല്ലാം ഞാൻ ഉണ്ടായിരുന്നു എന്ന് ആമി സ്തോത്രം യേശുവിനെ കുറിച്ച് പറയുക. യേശുവിനെ കുറിച്ച് അറിയത്തില്ലാത്തൊരു കേട്ടോ, യേശുവിനെ കേൾക്കുന്ന മാതാവേ പിതാവ് എന്നെ കേൾക്കുന്ന ആമെ കുടുക്ക് ചോദ്യമായിട്ട് കടന്നു യേശു ക്രിസ്തു എങ്ങനെയുള്ളവൻ അറിയണമെങ്കിൽ സദൃശവാക്യം 8-ാം അധ്യായം 22 തൊട്ട് 32 വാക്യങ്ങൾ വായിച്ചാൽ മതി. അവിടെ യേശു ആരാണെന്ന് പൂർണ്ണമായിട്ട് രേഖപ്പെടുത്തി വെച്ചിരിക്കുക. അല്ലേരിയ. എന്നിട്ട് ദൈവത്തിന്റെ വചനം പറയുകയാണ്. അല്ലേരിയ സ്തോത്രം. അല്ലേരിയ. ഇവിടെ ദൈവത്തിന്റെ വചനം പറഞ്ഞു, ഞാൻ അവന്റെ അടുക്കൽ ശില്പിയായിരുന്നു, ഇടപെടാതെ അവന്റെ മുമ്പിൽ വിരോധിച്ചുകൊണ്ട് ദിനം പ്രതി അവന്റെ പ്രമോദമായിരുന്നു. അവന്റെ ഭൂതലത്തിൽ ഞാൻ വിരോധിച്ചുകൊണ്ടിരുന്ന എന്റെ പ്രമോദം മനുഷ്യപുത്രന്മാരോട് കൂടെയായിരുന്നു. ആകയാൽ മക്കളെ, എന്റെ വാക്ക് കേട്ടനുസരിക്കും, എന്റെ വഴികളെ പ്രമാണിക്കുന്നവൻ അല്ലേരിയ ഭാഗ്യവാൻ. അല്ലേരിയ. അപ്പൊ യേശു ക്രിസ്തു ആരാണെന്ന് ഇനി നിങ്ങൾ സംശയിക്കണ്ട കേട്ടോ. അല്ലേരിയ. യേശു ദൈവം തന്നെയാണ്. യേശു ദൈവം തന്നെയാണ്. യേശു ദൈവം തന്നെ. യേശു വീണ്ടെടുപ്പുകാരൻ, യേശു രക്ഷകൻ, മാനകുലത്തിന്റെ മുഴുവൻ രക്ഷയ്ക്ക് കാരണമായി തീർന്നവൻ. അല്ലേലിയ. പാപിയായ മനുഷ്യനെ പാപത്തിൽ വിടുവിച്ച് ദൈവരാജ്യത്തിന് അവകാശം കൊടുക്കുന്നവൻ. അല്ലേലിയ. നിങ്ങളുടെ കണ്ണുനീര് തുടയ്ക്കുന്നവരുടെ രോഗത്തെ സൗഖ്യമാക്കുന്നവൻ, നിങ്ങളുടെ മുറിവുകളെ കെട്ടുന്നവൻ, നിങ്ങൾക്ക് ആശ്വാസം നൽകുന്നവൻ അവൻ യേശു ക്രിസ്തു. യേശു ക്രിസ്തു അഥവാ ദൈവം. അല്ലേലിയ. അവൻ ആദ്യം ദൈവമായിരുന്നു. അല്ലേലിയ. ആദ്യം ദൈവമായിരുന്നവൻ. പ്രൈസലോ. അതുകൊണ്ട് തന്നെ നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിന്റെ സൃഷ്ടിയുടെ ആരംഭ സൃഷ്ടിയെ കുറിച്ച് തന്നെ പറയുമ്പോൾ ആദിയിൽ ദൈവം കണ്ടോ, അവിടെ എഴുതിക്കുന്നത് ആദിയിൽ ദൈവം. യോഹന്നാന്റെ സുവിശേഷം 1-ാം വാക്യം, ആദിയിൽ വചനം ഉണ്ടായിരുന്നു. എല്ലാത്തിന്റെ ആദി യേശു ക്രിസ്തു ആകട്ടോ. അല്ലേ. എല്ലാത്തിന്റെ ആദി യേശു ആയിരിക്കുന്നുണ്ട്. അതിനെ നിഷേധിക്കുവാൻ ഈ ലോകത്തിലെ ഒരു വ്യക്തിക്കും കഴിയില്ല. ഒരു നിരീശ്വരവാദികൾക്കും ഒരു സംവാദക്കാർക്കും ദൈവമില്ല എന്ന് പറയുന്ന ഒരു മൂഢന്മാർക്കും യേശുവിന്റെ ദൈവത്വത്തെ നിഷേധിക്കാൻ കഴിയില്ല. അവൻ സകലത്തിനു മുമ്പേ ഉള്ളവനാണ്. സകലത്തിനും ഈ ഭൂമിക്ക് അടിസ്ഥാനം ഇടുന്നതിന് മുമ്പേ അവനുണ്ട്. അല്ലേരിയ. അതുകൊണ്ട് ഇന്ന് പോലെ കേൾക്കുന്ന മാതാവി പിതാവേ, ക്രിസ്തുവിന് വേണ്ടി നിന്റെ ഹൃദയം സമർപ്പിച്ചു കൊടുക്കണം. ഈ ലോകത്തിന്റെ വ്യാജമായ ഉപദേശങ്ങളും വ്യാജമായ ആലോചനകൾക്കും ഇവിടുത്തെ വ്യാജമായ കീർത്തികൾക്കും വേണ്ടി നിന്റെ ജീവിതം നീ തകർത്ത് കളയരുത്. സാത്താൻ നിന്റെ കുടുംബത്തെ തകർത്ത് കളയരുത്. ഈ ഭൂമിയിൽ വെച്ച് തന്നെ കർത്താവായ യേശു ക്രിസ്തുവിനെ നിന്റെ ഹൃദയം കൊണ്ട് സ്വീകരിച്ച് ആമേൻ അവന്റെ മകനായി മാറി, അവന്റെ മകളായി മാറി വിശുദ്ധ ജീവിതം വെച്ച് കൂട്ടായ്മയോട് ചേർന്ന് കർത്താവിന്റെ ഗംഭീര നാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ ഇറങ്ങി വരുമ്പോൾ മുമ്പേ മരിച്ച വിശുദ്ധന്മാരെ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ അല്ലേലിയ ജീവനോടെ ഇരിക്കുന്ന നാം ഓരോരുത്തരും രൂപാന്തരം പ്രാപിച്ച് അവരോട് കൂടെ മേഘങ്ങൾ എടുക്കപ്പെടണമെങ്കിൽ ഇവിടെ വെച്ച് വീണ്ടും ജന്മം ആവശ്യമാണ്. ഇവിടെ വെച്ച് വീണ്ടും ജന്മം ആവശ്യം. നീ വീണ്ടും ജനിക്കണമെന്ന് എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൽ ജനിക്കണമെന്ന്. അല്ലേലിയ. മാനസാന്തരണം. മാനകുലത്തിന്റെ മുഴുവൻ പാപത്തിന് വേണ്ടി സ്വർഗ മഹിമകളെ വെടിഞ്ഞ് ഭൂമിയിലേക്ക് വന്നവൻ. ഈ ഭൂമിയിലുള്ള സകല ജനത്തിന്റെ പാപം അന്നും ഇന്നും ഏറ്റെടുക്കുന്നവൻ, നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം നൽകുന്നവൻ, പാപത്തെ ശുദ്ധീകരിക്കുന്നവൻ, നമ്മുടെ അകൃത്യങ്ങളെ പോക്കുന്നവൻ, നമ്മുടെ അല്ലയ്യ ജീവിതത്തിന്റെ എല്ലാ മാലിന്യങ്ങളും നമ്മളെ വിടുവിച്ച് സ്വതന്ത്രരായി നമ്മെ സ്വതന്ത്രമായി എടുക്കുന്നവൻ, നമുക്കൊരു ജീവിതം നൽകുന്നവൻ യേശു ക്രിസ്തു. നമ്മുടെ ജീവിതത്തിൽ യേശുവിന് വേണ്ടി കൊടുക്കണം പ്രാധാന്യത. അല്ലേരിയ. അപ്പൊ യേശുവാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യത. അല്ലേരി. ഇവിടെ ദൈവത്തിന്റെ വചനം വായിക്കുന്നത് കാണാൻ കഴിയുന്നുണ്ട്. അല്ലേരിയ. ഭൂമിയിൽ യേശുവിന്റെ അമ്മയായിരുന്ന മറിയയ്ക്ക് മുമ്പേ അവനുണ്ടായിരുന്നു. ഭൂമിയിൽ അവന്റെ അമ്മയായ മറിയയ്ക്ക് മുമ്പേ ആരുണ്ടായിരുന്നു? യേശു ഉണ്ടായിരുന്നു. ചിലരുടെ ചെന്താ യേശുവിനെ അല്ലെങ്കിൽ മറിയ ജനിച്ചത് ഉദരത്തിൽ ഉരുവായി മറിയ യേശുവിനെ പ്രസവിച്ചതിന് ശേഷമായി യേശു എന്നുള്ളത്. അങ്ങനല്ലേ കേട്ടോ. മറിയ ഉണ്ടാകുന്നതിന് മുമ്പേ യേശു ഉണ്ട്. അല്ലേലൂയ. പാപിയായ മനുഷ്യന്റെ പാപത്തിന് പരിഹാരം വരുത്തും വചനമായിരുന്നവന് ഭൂമിയിലേക്ക് വരണം. വചനമായിരുന്നവന് ഭൂമിയിലേക്ക് വരാൻ വേണ്ടിയിട്ട്, ഭൂമിയിലുള്ള മനുഷ്യന്റെ അരികിലേക്ക് വരാൻ വേണ്ടി മറിയയുടെ ഉദരത്തിൽ വചനമായിരുന്നവൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭം ധരിച്ചു എന്നുള്ളതാണ്. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം വായിച്ചാൽ മതി. അങ്ങനെ പരിശുദ്ധാത്മാവിൽ മറിയയുടെ ഉദരത്തിൽ യേശു ഉരുവായി. അതുകൊണ്ട് മറിയയ്ക്ക് മുമ്പേ യേശു ഉണ്ടായിരുന്നു പറഞ്ഞത്.
അവന്റെ വളർത്തപ്പനായിരിക്കുന്ന യോസേപ്പിന് മുമ്പേ യേശു ഉണ്ടായിരുന്നു. അവന്റെ വളർത്തപ്പനായ യോസേപ്പിന് മുമ്പേ യേശു ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. അപ്പൊ സകലത്തിന് മുമ്പേ ഉള്ളവൻ യേശു കേട്ടോ. ഇന്ന് പോലെ എന്നെ കേൾക്കുന്ന മാതാവ്, സകലത്തിന് മുമ്പേ ഉള്ള യേശുവിനെ നിന്റെ ഹൃദയത്തിനകത്ത് നീ സ്വീകരിക്കുന്നെങ്കിൽ ഹല്ലേലൂയ, നിന്റെ ജീവിതത്തിന്റെ സ്ഥിതികളെല്ലാം ദൈവം മാറ്റി എഴുതും. ഹല്ലേലൂയ. അങ്ങനെ നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ ഇന്ന് നീ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വേദനയുടെ, കഷ്ടതയുടെ, കണ്ണുനീരിന്റെ ഒറ്റപ്പെടുത്തലിന്റെ, നീ ഏറ്റിരിക്കുന്ന മുറിവിന്റെ നടുവിൽ ദൈവം നിനക്കൊരാശ്വാസം, അവന്റെ മുറിവുകളെ കെട്ടുന്ന ദൈവമാണ്. ഹല്ലേലൂയ. അവൻ മനം തകർന്നവർക്ക് സൗഖ്യം കൊടുക്കുന്ന ദൈവമാ. ഹൃദയം നുറുങ്ങിയവർക്ക് ആശ്വാസം കൊടുക്കുന്നവനാ. ആമേ, സ്തോത്രം. അതുകൊണ്ട് ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാവേ, നീ ഏത് പ്രശ്നത്തിനാണ് തകർന്നിരിക്കുന്നത്? എന്നെ കേൾക്കുന്ന സഹോദര, സഹോദരി, എന്നെ കേൾക്കുന്ന പിതാവേ, നീ ഏത് മേഖലയിലാണ് തകർന്നിരിക്കുന്നത്? പാപത്തിന്റെ അടിമത്തത്തിൽ വീണ് നിനക്ക് ഉയരുവാൻ കഴിയാതെ പാപത്തിനകത്ത് നീ വീണ് കിടക്കുകയാണോ? ആമേ, സമാധാനമില്ല, സന്തോഷമില്ലാതെ ഇരുളിന്റെ അനുഭവമാണ് അവന്റെ ജീവിതത്തിൽ. ഹല്ലേലൂയ. അതേ അവസ്ഥയ്ക്ക് മാറ്റം തരുവാൻ യേശു ആഗ്രഹിക്കുന്നു. നിന്റെ അസ്ഥിതിക്ക് ഒരു മാറ്റം തരാൻ യേശു ആഗ്രഹിക്കുക. സ്തോത്രം. അതെ, നിന്നെ നല്ലൊരു മനുഷ്യനാക്കി എടുക്കുവാൻ, ഹല്ലേലൂയ, ദൈവരാജ്യത്തിൻ്റെതാക്കിയെടുക്കുവാൻ, ദൈവരാജ്യത്തിന്റെ മകളാക്കി മാറ്റുവാൻ യേശു ആഗ്രഹിക്കുന്നു. അവന്റെ മുറിവേറ്റ കരം നിനക്ക് നേരെ നീട്ടിപ്പിടിച്ചുകൊണ്ട് യേശു നിന്നെ ക്ഷണിക്കുകയാണ്. നീ ഉയരത്തിലേക്ക് നിന്റെ കണ്ണുകൾ ഉയർത്തിയാട്ട്, ആത്മാവിൽ നിന്റെ ഉയരത്തിലേക്ക് നിന്റെ കണ്ണുകൾ ഉയരട്ടെ. ആമി, കാര്യരൂപങ്ങൾ തറയപ്പെട്ട കരം നിനക്ക് വേണ്ടി നീട്ടിപ്പിടിച്ചിരിക്കുന്നു. ആ കരങ്ങളിലേക്ക് നിന്നെ ഒന്ന് സമർപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ ആ രണ്ട് കരം കൊണ്ട് നിന്നെ വാരിപ്പുണർന്നെടുത്ത് നിന്നെ മാറോട് ചേർത്ത് അവന്റെ രക്തം കൊണ്ട് നിന്റെ പാപത്തിന്റെ കറകളെ മുഴുവൻ കഴുകി കഴിഞ്ഞ് പാപത്തിന്റെ അടിമത്തിൽ നിന്നെ വിടുവിച്ചതിനെ ആമി ക്രിസ്തുവിൽ സ്വന്തനാക്കി സ്വർഗരാജ്യത്തിന്റെ എല്ലാ അനുഭവങ്ങളിലേക്ക് ദൈവം നിന്നെ നിറയ്ക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. ആ മുറിവേറ്റക്കാരൻ നിന്റെ നേരെ കർത്താവ് നാമിച്ചു നീട്ടിപ്പിടിച്ചിരിക്കുക. അതെ, ആ മുറിവേറ്റ കരങ്ങളിൽ സൗഖ്യ സമാധാനമുള്ളത്. യേശുക്രിസ്തുവിന്റെ മുറിവേറ്റ കരങ്ങളിലാണ് സമാധാനം, സൗഖ്യവും, ആശ്വാസവും, സന്തോഷവും, പ്രത്യാശയും, നമ്മുടെ രക്ഷയും, വീണ്ടെടുപ്പും, നമ്മുടെ ശുദ്ധീകരണം എല്ലാ കരങ്ങളിലുണ്ട്. ആരെല്ലാ കരങ്ങളിൽ സമർപ്പിച്ചു കൊടുക്കുന്നു അവിടെ ഒരു വിടുതലുണ്ട്, രക്തജയം. ഹല്ലേലൂയ. അതുകൊണ്ട് യേശുവിനെ വേണ്ടി നിന്റെ ഹൃദയം കൊടുക്കണം കേട്ടോ. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന്റെ വചനം വായിക്കുന്ന ഒരു സ്തോത്രം, മാറിയയ്ക്ക് മുമ്പേ അവനുണ്ടായിരുന്നു, അബ്രഹാം ജനിക്കുന്നതിന് മുമ്പേ ഞാനുണ്ട് എന്ന് യേശു പറയുന്ന ഹല്ലേലൂയ സ്തോത്രം കാണാൻ കഴിയും. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ നമുക്കത് കാണാൻ കഴിയുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. ഹല്ലേലൂയ. ഈ യോഹന്നാന്റെ സുവിശേഷമൊക്കെ വായിക്കുമ്പോൾ 8-ാം അധ്യായം, ഹല്ലേലൂയ, യോഹന്നാന്റെ 8-ാം അധ്യായം അതിന്റെ 58-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ കാണുന്നുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. അപ്പം യഹൂദന്മാരോട് അവരോട് ചോദിക്കുക, 57-ാമത്തെ യഹൂദന്മാർ അവരോട് ചോദിക്കുക, യഹൂദന്മാർ അവരോട്, നിനക്ക് 50 വയസ്സായിട്ടില്ല, നീ അബ്രഹാമിനെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. യേശു അവരോട്, ആമീൻ ആമീൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, അബ്രഹാം ജനിച്ചതിന് മുമ്പേ ഞാനുണ്ട് എന്ന് പറയും. അപ്പൊ യഹൂദന്മാർ ചോദിക്കുന്നത്, നിനക്ക് 50 വയസ്സ് പോലും ആയിട്ടില്ല, നീ എങ്ങനെ അബ്രഹാമിനെ കണ്ടെന്ന് പറയുന്നേ? അപ്പൊ യേശു യഹൂദന്മാർ, ആമീൻ ആമീൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, അബ്രഹാം ജനിച്ചതിന് മുമ്പേ ഞാനുണ്ടെന്ന്. അതേപോലെ സ്നേഹിക്കുന്ന അബ്രഹാമിന് മുമ്പേ യേശുവുണ്ട്, സകലത്തിന് മുമ്പേ യേശുവുണ്ട്. ഹല്ലേലൂയ. ആ യേശുക്രിസ്തുവിന്റെ സാന്നിധ്യമാണ് നമ്മുടെ ജീവിതത്തിനകത്ത് അനുഭവിച്ചറിയേണ്ടത്. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സ്നേഹിത, വചനം പറയുന്ന അനാദിയായി എന്നും ഇരിക്കുന്ന ദൈവം ഭൂമി ജനിക്കുന്നതിന് തന്റെ ഗർഭപാത്രത്തെ കൊടുത്ത് സഹായിച്ച ഒരു സ്ത്രീയാണ് മറിയം. അനാദി ശാശ്വതവാസിയുമായിരിക്കുന്ന ദൈവം, ആദി മധ്യമായിരിക്കുന്ന ദൈവത്തിന് ഭൂമിയിൽ ജനിക്കുവാൻ വേണ്ടിയിട്ട്, ആമി സ്തോത്രത്തിൽ ഭൂമിയിൽ ജന്മമെടുക്കാൻ വേണ്ടിയിട്ട് തന്റെ ഗർഭപാത്രത്തെ ദൈവത്തിന് വേണ്ടി നൽകിയവളാണ് മറിയ. അതുകൊണ്ടാണ് മറിയെ നമ്മളെല്ലാം ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നത്. വിശുദ്ധയായൊരു സ്ത്രീ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവരും മരിച്ച് മൺമറഞ്ഞ് കല്ലറയ്ക്കകത്ത് ഉറങ്ങുന്നു, കല്ലറയിൽ നിദ്ര കൊണ്ടുകൊണ്ടിരിക്കുന്നു. മറിയ ഒരിക്കലും ഉയർത്തെഴുന്നിട്ട് സ്വർഗാരോപണം ചെയ്തില്ല. മറിയ ഉയർത്തെഴുന്നിട്ട് സ്വർഗാരോപണം ചെയ്തെന്ന് ഉലകത്തിലുള്ള ഒരു ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടില്ല. മറിയ മരിച്ച അപ്പോസ്തലന്മാരുടെ കാലഘട്ടത്തിൽ മറിയ മരിച്ച് വിശുദ്ധന്മാർ അന്തി ഉറങ്ങുന്ന കല്ലറയിൽ ഉറങ്ങിക്കൊണ്ടിരിക്കുന്നു. കർത്താവിന്റെ ഗംഭീര നാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും മധ്യാകാശത്തിൽ ഇറങ്ങി വരുമ്പോൾ ഉയർപ്പിന്റെ കൂട്ടത്തിൽ മറിയ ഉണ്ടായിരിക്കും. ഹല്ലേലൂയ. പിന്നെ മറിയ ഉയർത്തെഴുന്നേറ്റ് പോയെന്നൊക്കെ പഠിപ്പിക്കുന്നത് വേദപുസ്തകത്തില്ലാത്ത അവരെ ഇവിടുന്ന് കണ്ടുപിടിച്ചു കൊണ്ടുവന്ന് പഠിപ്പിക്കുന്നതാണ്. വേദപുസ്തകം പഠിക്കുന്ന ഒരാൾക്കറിയാം, ഇവിടുന്ന് ഭൂമിയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റിൽ ആദിഫലം യേശുക്രിസ്തു മാത്രം, വേറെ ആരും സ്വർഗാരോപണം ചെയ്തിട്ടില്ല. യേശുക്രിസ്തുവിനെ കുറിച്ച് നിങ്ങൾ പഠിച്ചാൽ മതി. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന് വചനം വായിക്കുന്ന, അവൻ വളരുന്നതിന് വേണ്ടി ആമൻ വീട് കൊടുത്തു സഹായിച്ചവനാണ് യോസേഫ്.
മറിയുടെ ഭർത്താവേ, ഹല്ലേലൂയ, മറിയയുടെ ഭർത്താവ് മറിയയുടെ ഉദരത്തിൽ ഗർഭാമി ഉരുവായ യേശു കർത്താവ് ജനിച്ചു കഴിഞ്ഞപ്പോൾ അവന് വളരാൻ വേണ്ടിയിട്ട് ആമൻ വീട് കൊടുത്ത് സഹായിച്ചവനാണ് യോസേപ്പ്. യേശു ക്രിസ്തു ശിഷ്യന്മാരുടെ നേരെ കൈനീട്ടി, ഇതാ എന്റെ അമ്മയും എന്റെ സഹോദരന്മാരും സ്വർഗസ്വനായ പിതാവിന് ഇഷ്ടം ചെയ്യുന്നവൻ എന്റെ സഹോദരനും സഹോദരിയും ആകുന്നുവെന്ന്. അതുകൊണ്ടാണ് യേശു ആമൻ മത്തായിയുടെ സുവിശേഷം ഹല്ലേലൂയ 12-ാം അധ്യായത്തിൽ അതിന്റെ 49-50 വാക്യങ്ങൾ പറയാൻ കാരണമായി തീർന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്നവരുടെ സ്നേഹിത, എബ്രായ ലേഖനത്തിലേക്ക് വരുമ്പോൾ കാണാൻ കഴിയുന്ന എബ്രായ ലേഖനം 2-ാം അധ്യായം അതിന്റെ 11-12 വാക്യങ്ങൾ വായിക്കും. ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, ഹല്ലേലൂയ, വിശുദ്ധീകരിക്കുന്നവരും വിശുദ്ധീകരിക്കപ്പെടുന്നവർക്കും എല്ലാം ആമേല്ല ഒരുവനല്ലോ പിതാവ്, അത് ഹേതുവായി അവൻ അവരെ സഹോദരന്മാർ എന്ന് വിളിപ്പാൻ ലജ്ജിക്കാതെ ഞാൻ നിന്റെ നാമത്തെ എന്റെ സഹോദരന്മാരുടെ കീർത്തിക്കും സ്വഭാവത്തെ ഞാൻ നിന്നെ സ്തുതിക്കുമെന്ന് ഞാൻ അവനിൽ ആശ്രയിക്കുമെന്നും ഇതാ ഞാനും ദൈവം എനിക്ക് തന്ന മക്കളും എന്ന് പറയുന്നു. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായി പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്നവരെയൊക്കെയും വിടുവിച്ചു. അല്ലെങ്കിൽ ദൂതന്മാരെ സംരക്ഷണം ചെയ്യുവാനല്ല, അബ്രഹാമിന്റെ സന്തതിയെ സംരക്ഷണം ചെയ്യുവാനത്രേ അവൻ വന്നത്. അത് ഇതൊക്കെ ദൈവത്തിന്റെ വചനമാണ്. അപ്പൊ സകലത്തിനു മുമ്പേ ഉള്ളവൻ, ഹല്ലേലൂയ, മറിയയ്ക്കും യോസഫിന് മുമ്പേ ഉള്ളവൻ, സകലത്തിന് മുമ്പേ ഉള്ളവൻ, അനാദിയും ശാശ്വതവാസി ദൈവമാണ്. അതുകൊണ്ട് ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, യേശുവിന് വേണ്ടി നിന്റെ ഹൃദയത്തെ വിട്ടുകൊടുക്കണം, യേശുവിന് വേണ്ടി നിന്റെ ജീവിതത്തെ വിട്ടുകൊടുക്കണം. യേശു അല്ലാതൊരു ദൈവത്തെ ഈ ഉലകത്തിൽ ഒരു മനുഷ്യനെ ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല. ഒരു ദൈവമുണ്ടെന്ന് ചങ്കൂറ്റത്തോടെ പറയുവാൻ കഴിയുന്നവരാണ് യഥാർത്ഥത്തിൽ വിശ്വാസി എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ആമേ പ്രിയ ശ്രോതാവേ, ആമേ ദൈവമാരെന്ന് തിരിച്ചറിഞ്ഞ നിന്റെ ജീവിതത്തെ കർത്താവിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ നിന്റെ ജീവിതത്തിന്റെ എല്ലാ പ്രതിസന്ധികൾക്കും ഒരു വിരാമം വിടാൻ ദൈവത്തിന് കഴിയും. നിന്നെ ഒരു നല്ലവനാക്കിയെടുക്കുക. ഒനേസിമോസിനെ പ്രയോജനമില്ലാത്ത ഒനേസിമോസിനെ പ്രയോജനമുള്ളവനാക്കി എടുക്കുവാൻ കഴിഞ്ഞെങ്കിൽ ആർക്കും പ്രയോജനമില്ലാത്ത ജീവിതത്തിന്റെ അനുഭവത്തിനാണോ നീ ജീവിക്കുന്നതെങ്കിൽ നീ കർത്താവ് യേശു ക്രിസ്തു വിശ്വസിക്കുന്ന മാത്രയിൽ തന്നെ പ്രയോജനമില്ലാത്ത നീ പ്രയോജനമുള്ളവനായി മാറും. രക്തം ചെയ്യും. പ്രൈസരോ. അതെ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നമ്മൾ വായിച്ച പത്രം എന്താണ്? ഒരുത്തൻ അവനോട്, നിന്റെ അമ്മയും സഹോദരന്മാരും നിന്നോട് സംസാരിപ്പാൻ ആഗ്രഹിച്ച് പുറത്തു നിൽക്കുന്നു എന്ന് പറഞ്ഞു. അത് പറഞ്ഞവനോട് പറഞ്ഞുകൊണ്ട് അവൻ, എന്റെ അമ്മയാർ എന്റെ സഹോദരന്മാർ എന്ന് ചോദിച്ചു. ശിഷ്യന്മാരുടെ നേരെ കൈനീട്ടി, ഇതാ എന്റെ അമ്മയും എന്റെ സഹോദരന്മാരും സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ എന്റെ ആ സഹോദരന്മാരും അമ്മയും സഹോദരിമാരും എന്ന് പറഞ്ഞാൽ യേശുവിനോട് യേശു ആരെന്ന് പല ചോദ്യങ്ങൾ, യേശുവാരെന്നുള്ള പല ചോദ്യങ്ങൾ ആ യഹൂദന്മാരും പരീശന്മാരും ചോദിച്ചെന്നാൽ യേശു 2 ചോദ്യം ചോദിച്ചു, എന്റെ സഹോദരന്മാരാണ്, എന്റെ അമ്മയാണ്. അതിനുള്ള മറുപടിയാണ് വേദപുസ്തകത്തിൽ നമുക്ക് ഉടനീളം കാണാൻ കഴിയുന്നത്. കണ്ണുകളടച്ചാട്ട് നിരാശയുടെ നടുവിൽ കടന്നു പോകുന്ന എന്റെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യാൻ പോവുകയാണ്. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി വചനം കേട്ടുകൊണ്ടിരുന്ന കേരളത്തിൽ, ഭാരതത്തിൽ, ലോക രാജ്യങ്ങൾ 800 കോടി ജനത്തിനായി തലമുറകൾ എണ്ണത്തിൽപ്പെടാത്തവർ ഹല്ലേലൂയ ഞങ്ങളുടെ താൻ വില്ലേജ്, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, താലൂക്ക്, ബ്ലോക്ക്, ജില്ലാ, മേധാവി, സംസ്ഥാനങ്ങൾ, രാജ്യങ്ങൾ ഭരിക്കുന്നവരെ, രാജാക്കന്മാർ, രാജ്യമാർ, പ്രധാനമന്ത്രി, പ്രസിഡന്റ്, ഗവർണർ, പട്ടാളം, മേധാവി, ഉപത്തമ്പ, ദ്വീപുകളെ, ആദിവാസി, ട്രൈബൽ മേഖലയിലേക്ക് ജനത്തെ, കരസേന, വ്യോമസേന, നാവികസേന അധികാരികൾ, അതിർത്തികൾ കാക്കുന്ന സൈന്യത്തിനായി കർത്താവ് സ്തോത്രം, രഹസ്യാംശങ്ങളെ കർത്താവിന്റെ കർത്താവ് സമാധാന പാലകരെയും പ്രാപ്തികൾ കർത്താവ് സ്തോത്രം, സ്തോത്രങ്ങൾ, പോലീസിന്റെ സെക്ഷനുകൾക്കായി, ജുഡീഷ്യറിയായി, സകല മേഖല, പൊതുമേഖല, ആരോഗ്യമേഖല, വിദ്യാഭ്യാസ, സാമ്പത്തിക മേഖലയായിരിക്കുന്ന സകല എല്ലാ ഭാഗ്യ മേഖല, സയന്റിസ്റ്റ്, എഞ്ചിനീയർമാർ, മത, സാമൂഹിക, സാംസ്കാരിക, ചരിത്ര, മാധ്യമ, മീഡിയ രംഗത്തിൽ പ്രവർത്തിക്കുന്നവരെ, ഭരണവിദേശ പാർട്ടികൾ, കടലോരവാസികൾ, പാടത്തും പറമ്പിലും കൂറിയിലും കല്ലിലൂടെ മണ്ണോടും തടിയോടും മല്ലടിക്കുന്നവർ, കാർഷികയിലും ക്ഷീരമേഖലയും ചൊല്ലിയും ചെറുതും വലുതുമായി എല്ലാ വ്യാപാരി, വ്യവസായ, വഴിയോര കച്ചവടക്കാരെ, ആഴക്കടലിൽ മത്സ്യത്തിനെ കടന്നുപോയിരിക്കുന്ന തീരദേശവാസികളെ, ഹല്ലേലൂയ, മെക്കാനിക്കൽ, മോട്ടോറിംഗ്, യൂണിയനകത്ത് എല്ലാ ട്രാൻസ്പോർട്ട് ഡ്രൈവേഴ്സിനെയും, കരയിലും കടലും ആകാശമാർഗം വാഹനൂടി വാഹനം സെയിൽസ് ചെയ്യുന്നവരെ, ശൈശവത്തിൽ, മാലിന്യ, കൗമാരി, യൗവനത്തിൽ, വാർത്തനും വൃത്തരസമയ തടവറയിലായിരിക്കുന്ന സാരജനത്തിനുമായി വിധമായി മാരക രോഗങ്ങളാൽ മദ്യത്തിനും മയക്ക് ലഹരിക്കും അടിമപ്പെട്ട് കിടക്കുന്ന
സകല ജനത്തെ ദൈവമില്ല എന്ന് പറയുന്ന മൂടന്മാരെ, നിരീശ്വരവാദികൾ, യുക്തിവാദികൾ, തീവ്രവാദികൾ, ഭീകരവാദികൾ അടക്കം സകല ജനങ്ങളും മടങ്ങി വന്ന് യേശു ക്രിസ്തു ദൈവമാണെന്ന് തിരിച്ചറിയുവാൻ ഇവിടെ കർത്താവ് ഈ ആത്മീയങ്ങൾ തുറക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ഈ ലോകത്തിന്റെ ഈ ജനത്തിന്റെ കണ്ണുകൾ കുരുടാക്കി വെച്ചിരിക്കുമ്പോൾ ദൈവം ആരും തിരിച്ചറിയാൻ കഴിയാതെ വാദപ്രതിവാദങ്ങൾ ഇറക്കുമ്പോൾ കർത്താവ് വീട്ടിലെങ്കിലും ജനം മടങ്ങി വന്ന് യേശു ദൈവമാണെന്ന് തിരിച്ചറിയുന്ന ഇവരുടെ കണ്ണുകൾ തുറക്കണം. വിദേശ രാജ്യങ്ങൾ കഷ്ടം സഹിക്കുന്ന, നോമ്പരുന്നവർക്ക്, മടലായത് വേദനയിലേക്ക്, നാട്ടിൽ കടലിനവർ, ഭാരപ്പെടുന്നവർ, സാലറി കിട്ടാതെ വിസ നഷ്ടപ്പെട്ടു, പാസ്പോർട്ട് നഷ്ടപ്പെട്ടു, അതിനുവേണ്ടി ആഗ്രഹിക്കുന്നവർ, ദേശരാജ്യത്ത് പീഡയിരിക്കുന്ന സഹോദരന്മാരെ എല്ലാം ഞാൻ ഓർത്ത് ക്രിമിനൽ കേസ് അകപ്പെട്ട് ജയിലിനകത്ത് കിടക്കുന്ന എല്ലാവരെയും ദൈവങ്ങൾ ഏൽപ്പിക്കുന്ന ജനത്തിന് മാനസാന്തരം കൊടുക്കണമേ. പാപവഴികളെ വിട്ട് മടങ്ങി വന്ന് കർത്താവ് ഈ ജനം വിശുദ്ധ ജീവിതം നയിപ്പാൻ സ്വർഗസ്നായ ദൈവത്തിന് ഇഷ്ടം ചെയ്യുന്നവരായി പ്രയോജനമില്ലാതെ ആർക്കും വേണ്ടാതെ കിട്ടുന്ന ഒരേസെ പ്രയോജനമുള്ളവരാക്കി മാറ്റിയതുപോലെ ഈ ജനത്തെ ഇവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന ഈ ജനം മടങ്ങി വരട്ടെ. ഇന്ന് പകൽ നടക്കുന്ന കൂട്ടായ്മകൾ, ആരാധനകൾ എല്ലാം അനുഗ്രഹിക്കണ്ടേ. നാം ഈ കേരളത്തിന്റെ ഭൂമിയുടെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന കൂട്ടായ്മകൾ, ദൈവമക്കളെ, ദൈവദാസന്മാരെ യാത്രയെല്ലാം സൂക്ഷിക്കണമേ പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിന്റെ വിളിയേറിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.